1970 ജനുവരി മാസം 17-ാം തീയതി ശനിയാഴ്ച രാത്രിയിലാണ് ഞാൻ വീണ്ടും ജനിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നത് എന്ന് ആവർത്തിച്ചോർമ്മിപ്പിക്കട്ടെ. അസുലഭമായ അഥവാ അനേകർക്കും ലഭ്യമാകാത്ത ഒരു മഹാഭാഗ്യം എനിക്ക് എൻ്റെ രക്ഷയോടനുബന്ധമായി നടന്നു. തിരുവെഴുത്തിൽ നമ്മൾ വായിച്ചാൽ രക്ഷിക്കപ്പെടുക അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, സ്നാനപ്പെടുക, ഈ രണ്ട് ഉപദേശങ്ങളും രണ്ട് പ്രായോഗിക കാര്യങ്ങളും ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സംവദനത്തിൽ അഥവാ നിങ്ങളുമായി ഞാൻ ഈ അനുഗ്രഹീതമായ എൻ്റെ ജീവിതാനുഭവങ്ങൾ പറയുമ്പോൾ എൻ്റെ ജീവിതം ദൈവവചനമായ ബൈബിളിലെ തിരുവെഴുത്തിലെ ഉപദേശങ്ങൾക്കനുസൃതമായി രൂപപ്പെടുത്തുവാൻ രക്ഷിക്കപ്പെട്ട അന്നു മുതൽ ആവോളം ശ്രമിച്ചു പോരുന്ന ഒരു എളിയവനാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറയുന്നത് പോലെ വിശ്വസിക്കുക, സ്നാനപ്പെടുക, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക എന്നുള്ള ബിബ്ലീയമായ ഉപദേശമനുസരിച്ച് ദൈവകൃപയാൽ തൊട്ടടുത്ത ദിവസം സൺഡേ, ഞായറാഴ്ച രാവിലെ 18-ാം തീയതി ഞായറാഴ്ച രാവിലെ വടശ്ശേരിക്കര പമ്പയാറ്റിൽ എനിക്ക് സ്നാനപ്പെടുവാനുള്ള മഹാഭാഗ്യമുണ്ടായി. ഞാനൊരു ധൃതി പിടിച്ച് സ്നാനപ്പെട്ടു എന്ന് ആരും കരുതരുത്. അതിൻ്റെ കാരണം, ഞാനപ്പോൾ ഒരു ആത്മീയ ഭവനത്തിൽ ജനിച്ച് വളർന്ന പശ്ചാത്തലമുണ്ട്. കൂടാതെ എൻ്റെ പിതാവ് ആ സമയത്തേക്കും ഒരു ദൈവദാസനായി, സുവിശേഷകനായി തീർന്നു. തൻ്റെ ജീവിതത്തിൽ ഒരു മടങ്ങിവരവ് ദൈവം നൽകി. ഒരു ഭക്തനായ, അനുഗ്രഹീതനായ ദൈവദാസനായി വേദപുസ്തകം അക്ഷരീയമായി വ്യാഖ്യാനിക്കുന്ന ഒരു വേദവ്യാഖ്യാതാവും ഒരു ഉപദേഷ്ടാവുമായിരുന്നു എൻ്റെ പിതാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിക്ഷണവും ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നത് ചർച്ച് ഓഫ് ക്രൈസ്റ്റിലായിരുന്നു എങ്കിലും ഞങ്ങൾ പഠിച്ചിരുന്നത് ബ്രദറൻ പാടാവലി വെച്ചുള്ള സൺഡേ സ്കൂളായിരുന്നു. 10-ാം ക്ലാസ് അതിന് ഉപരിയായിട്ടുള്ള പഠനം വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അപ്പോൾ രക്ഷിക്കപ്പെട്ടവർ സ്നാനമേൽക്കണമെന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നില്ല. അങ്ങനെ ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ നിന്ന് അത് ഗ്രഹിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. ദൈവകൃപയാൽ തൊട്ടടുത്ത ദിവസം തന്നെ സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. എന്നെ സ്നാനപ്പെടുത്തിയത് ഭക്തനായ, അനുഗ്രഹീതനായ, സമർപ്പിതനായ ഒരു അമേരിക്കൻ മിഷണറി ആയിരുന്നു. RBID നെൽസൺ എന്ന അനുഗ്രഹീതനായ ദൈവദാസനാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. സ്നാനപ്പെട്ട് തിരികെ വന്ന് തിരുവത്താഴത്തിൽ പങ്കുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഭാഗ്യം അന്നു മുതൽ എനിക്ക് ദൈവം ആ ഭാഗ്യം നൽകി. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതാനുഭവത്തോടും ഉപദേശപരമായിട്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും കർത്തൃവേലയ്ക്കായി ദൈവവിളി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് സമർപ്പിതനാകുന്നതും ചർച്ച് ഓഫ് ക്രൈസ്റ്റ് അഥവാ ക്രിസ്തു സഭ എന്ന ആത്മീയ സംവിധാനത്തോട് ബന്ധപ്പെട്ടാണ്. ഈ സഭാ വിഭാഗത്തെക്കുറിച്ച് വളരെ തെറ്റായ പ്രചരണങ്ങൾ പലയിടത്തും ഉണ്ടായതായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. അതൊരു പെന്തക്കോസ്ത് പ്രസ്ഥാനമായിരുന്നു എന്നാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ വളരെ വിനയത്തോടെ സത്യസന്ധമായി ദൈവസന്നിധിയിൽ ഞാൻ പറയട്ടെ, ചർച്ച് ഓഫ് ക്രൈസ്റ്റിൻ്റെ 2 നേതൃത്വങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ 2 നേതൃത്വങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഒന്ന്, ആദരണീയനായ എൻ്റെ ആത്മീയ പിതാവ് KV ജോർജ് സാറിനോട് ബന്ധപ്പെട്ടും, 2, പത്തനാപുരത്ത് പൊയ്കയിൽ ഡോക്ടർ PV അലക്സാണ്ടർ എന്ന ദൈവദാസനോടൊപ്പം വളരെ അനുഗ്രഹിക്കപ്പെട്ട, എന്നെ കർത്തൃവേലയിൽ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചവരിൽ അഗ്രഗണ്യനാണ് ഈ ഡോക്ടർ PV അലക്സാണ്ടർ അവറുകൾ. ഇവരുടെ 2 പേരുടെയും പശ്ചാത്തലം, ആത്മീക പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, അവർ 2 പേരും വിശ്വസിച്ചിരുന്നത് പുതിയ നിയമത്തിലെ ഉപദേശ സത്യങ്ങളായിരുന്നു. അവർ 2 പേരും ഒരു പെന്തക്കോസ്ത് മൂവ്മെൻ്റായിട്ടല്ല ഈ സഭാവിഭാഗങ്ങളെ നയിച്ചിരുന്നത്. വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന തൽക്ഷണത്തിൽ തന്നെ ദൈവാത്മാവ് ലഭിക്കുന്നു എന്നും അങ്ങനെ ലഭിച്ച ദൈവാത്മാവിനാലുള്ള
വിശുദ്ധ ജീവിതമാണ് ഒരു ദൈവവൈതലിന് അനിവാര്യമെന്നും പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ സ്ഥിരമായി അധിവസിക്കുകയും കൃപാവരങ്ങൾ നൽകി ദൈവനാമ മഹത്വത്തിനായി ആ വ്യക്തിയെ ഉപയോഗിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ സഭാവിഭാഗത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ശക്തമായ ഉപദേശം. രക്ഷയുടെ ഭദ്രതയെ സംബന്ധിച്ചും വളരെ കൃത്യമായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ നിത്യജീവന അവകാശിയാണെന്നും രക്ഷിക്കപ്പെട്ടാൽ അത് ശാശ്വതമായ രക്ഷയാണെന്നും തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരു സഭാവിഭാഗമായിരുന്നു ഞാൻ ഉൾപ്പെട്ടു നിന്നിരുന്ന ക്രിസ്തു സഭ അഥവാ ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക എന്നുള്ളത് അത് രണ്ടും ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷം നടക്കേണ്ടതല്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു നീണ്ട കാലയളവിൻ്റെ വ്യത്യാസത്തിൽ വേണം സ്നാനപ്പെടാൻ എന്ന ഇന്നത്തെ ആചാരരീതി ബൈബിളിൻ്റെ ഉപദേശമല്ല. അതായിരുന്നില്ല ഈ രണ്ട് നേതൃത്വത്തിലുള്ള ചർച്ച് ഓഫ് ക്രൈസ്റ്റ് വിശ്വസിച്ചിരുന്നത്. രക്ഷിക്കപ്പെടുന്നവരെ അപ്പോൾ തന്നെ സ്നാനപ്പെടുക എന്നുള്ളതല്ല, സ്നാനപ്പെടുത്തുക എന്നുള്ള ദൗത്യമായിരുന്നു ഈ സഭ നിറവേറ്റിയിരുന്നത്. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അന്ത്യനിയോഗത്തിൽ, ഗ്രേറ്റ് കമ്മീഷനിൽ, വലിയ നിയോഗത്തിൽ കാണുന്നത്. നിങ്ങൾ പോകണം, സകല ജാതിയോടും പ്രസംഗിക്കണം, അവരെ ശിഷ്യരാക്കണം, ശിഷ്യരാക്കപ്പെട്ടവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം. ഇതാണ് കർത്തൃനിയോഗം. ആ നിയോഗം പ്രത്യക്ഷരം നിവർത്തീകരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിലാണ് എനിക്ക് രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടാനും ദൈവം ഭാഗ്യം നൽകിയത്. അങ്ങനെ സ്നാനപ്പെട്ട ആദ്യ ദിനം തന്നെ തിരുവത്താഴത്തിൽ പങ്കുകൊണ്ട് കർത്താവിനെ ആരാധിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. ഒരു ഉപദേശ വ്യത്യാസം കൂടെ ഞാൻ പറയട്ടെ. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ആരാധന എന്ന് വെച്ചാൽ തിരുവത്താഴം എന്ന ധാരണ പലർക്കുമുണ്ട്. അത് വേദപുസ്തകം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉപദേശമല്ല. ദൈവജനത്തിൽ രക്ഷിക്കപ്പെട്ടവർ തിരുവത്താഴത്തിൽ പങ്കുകൊള്ളണം, അവർ ആരാധിക്കുകയും ചെയ്യണം. ആരാധനയ്ക്ക് ഒരു ദൈവവൈതലിനെ സഹായിക്കുന്ന അനുഗ്രഹീതമായ സ്മരണകളുടെ ഒരു ഉപാധിയാണ് തിരുവത്താഴം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പം ഓർമ്മിപ്പിക്കുന്നത്, പാനപാത്രം ഓർമ്മിപ്പിക്കുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞാണല്ലോ നമ്മൾ ആരാധനകളിൽ ഈ തിരുവത്താഴം ആചരിക്കുന്നത്. അപ്പോൾ അതൊരു ഓർമ്മയുടെ, സ്മരണയുടെ ശുശ്രൂഷയാണ്. ആ വിധത്തിലാണ് അതിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത്. ഈ അപ്പം ഓർമ്മിപ്പിക്കുന്നതും പാനപാത്രം ഓർമ്മിപ്പിക്കുന്നതുമായ അനുഗ്രഹീതമായ അനുഭവങ്ങളെയും ആത്മീക യാഥാർത്ഥ്യങ്ങളെയും സ്മരിക്കാതെ ഒരു വ്യക്തി അപ്പവീഞ്ഞുകളിൽ പങ്കുകൊള്ളുന്നതാണ് അയോഗ്യമായി തിരുവത്താഴത്തിൽ പങ്കുകൊള്ളുന്നു എന്ന് തിരുവെഴുത്തിൽ പറയുന്ന കാര്യം. ഇത് സമ്പൂർണമായി വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നു ഞാൻ ഉൾപ്പെട്ടു നിന്നിരുന്ന ആ വേർപെട്ട ക്രിസ്തു സഭ എന്ന സമൂഹം. ഞാൻ ഒരു സംഭവം കൂടെ പറയേണ്ടത് അനിവാര്യമാണ്. ഞങ്ങൾ സ്നാനപ്പെട്ട, എൻ്റെ കൂടെ പലരുണ്ടായിരുന്നു അന്നത്തെ സ്നാനജലത്തിൽ കർത്താവിനെ സാക്ഷിക്കാൻ. ഞങ്ങൾ ഒരുമിച്ച് വന്നുകൂടി ആരാധിക്കുന്ന ആരാധനയിൽ അന്ന് വചന ശുശ്രൂഷ ചെയ്തത് എന്നെ സ്നാനപ്പെടുത്തിയ ഈ ORBID നെൽസൺ എന്ന ദൈവദാസനാണ്. അദ്ദേഹം അന്ന് പ്രസംഗിച്ച ഒരു വിഷയം, അതിലെ ഒരാശയം എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനിക്കുകയും ഇന്നുവരെ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലും എൻ്റെ പ്രേക്ഷിത ജീവിതത്തിലും അത് ഒരു പാഠമായും അതൊരു ആപ്തവാക്യമായും അതൊരു തത്വമായും എൻ്റെ ജീവിതത്തിലെ ഒരു പ്രിൻസിപ്പിളായും പിന്തുടരുവാൻ വലിയവനായ ദൈവം എനിക്ക് കൃപ നൽകി, ഭാഗ്യം നൽകി എന്ന് സന്തോഷത്തോടെ പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. അതിതാണ്, അദ്ദേഹത്തിൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ അദ്ദേഹം സൂക്ഷിച്ചിരുന്ന അക്കാലത്തിലെ ചെമ്പ് നാണയമെന്ന് പറയാം. ഒരു ചെമ്പ് നാണയം, ഒരു പൈസയുടെ ഒരു ചെമ്പ് നാണയം. ആ നാണയം അദ്ദേഹം പോക്കറ്റിൽ നിന്നെടുത്തിട്ട് തൻ്റെ കണ്ണട ഊരി വെച്ച് കണ്ണിനോട് ചേർത്ത് പിടിച്ചിട്ട് ഒരു കണ്ണടച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എനിക്കൊന്നും കാണാൻ മേലായേ, എനിക്കൊന്നും കാണാൻ വയ്യായേ എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആ 1 പൈസ, ചെമ്പിൻ്റെ ആ 1 പൈസയുടെ നാണയം, ചെറിയൊരു വൃത്തത്തിലുള്ള നാണയമാണ്, അത് മാറ്റിയിട്ട് പറഞ്ഞു, അത് മാറ്റി ദൂരേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കിപ്പോഴെല്ലാം കാണാം എന്ന് പറഞ്ഞു. അത് അദ്ദേഹം അതിലൂടെ ഒരു സന്ദേശം പറഞ്ഞു. പണം, ധനം, അത് നമ്മുടെ കണ്ണിനോട് അടുപ്പിച്ച് നമ്മൾ വെച്ചാൽ നമ്മൾക്കൊന്നും കാണാൻ സാധിക്കുകയില്ല. പണത്തെ മാത്രമേ കാണാൻ സാധിക്കൂ. എന്നാൽ അത് അകലത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ നാണയവും കാണാം, എല്ലാവരെയും കാണാം, എല്ലാം കാണാം. ഞാൻ പറയട്ടെ, ധനമോഹം, ദ്രവ്യാഗ്രഹം അനേക വിശ്വാസികളെയും സുവിശേഷകന്മാരെന്ന് പറയുന്നവരെയും തകർത്തിട്ടുള്ള ഒരു വസ്തുതയാണ്. എന്നാൽ ഈ ആത്മീക പാഠം ആ ദൈവദാസൻ പകർന്നു തന്നത് എൻ്റെ ജീവിതത്തിൽ ഇന്നും വരെ ഞാനത് സൂക്ഷിക്കാൻ ദൈവം തൻ്റെ കൃപയാൽ എന്നെ സഹായിച്ചു. എൻ്റെ മിടുക്ക്, എൻ്റെ കഴിവെന്നല്ല ഞാൻ പറയുന്നത്, ദൈവം അതിനെനിക്ക് ഭാഗ്യം നൽകി. ആ ഉദ്ബോധനം ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആ 1-ാം ദിവസം തന്നെ എനിക്ക് ലഭിച്ച ആ ഉദ്ബോധനം എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ആത്മീക പാഠമായി എനിക്ക് സ്വീകരിക്കാൻ സാധിച്ചു. ഞാൻ ഒരു സത്യം ഇതോട് ബന്ധപ്പെടുത്തി ഈ ആത്മീക കാര്യങ്ങൾ പറഞ്ഞു പോകണമല്ലോ. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ മാത്രം പറഞ്ഞതുകൊണ്ട് എന്താ കഥ? തിരുവെഴുത്തിൽ പറയുന്നു, തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ കൊടുത്ത ഏറ്റവും അനുഗ്രഹീതമായ ഒരു പ്രബോധനമുണ്ട്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. ഇത് ചിലർ കാക്ഷിച്ചിട്ട് അവരുടെ വിശ്വാസ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന തകർച്ച നമ്മൾക്കറിയാം. 2 തീമോഥെയോസിൻ്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ ഈ ദ്രവ്യാഗ്രഹം നിമിത്തം ദേമാസ് എന്ന് പറഞ്ഞ ആ മനുഷ്യന് പറ്റിയ പരാജയം പൗലോസ് അനുസ്മരിപ്പിക്കുന്നുണ്ട്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് തെസ്സലോനിക്കയിലേക്ക് പോയി. തെസ്സലോനിക്ക അക്കാലത്ത് ഏറ്റവും അധികം സ്വർണ്ണ ഖനികൾ ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ദ്രവ്യാഗ്രഹമാണ് ആ മനുഷ്യനെ തകർത്തത്. ലോത്തിൻ്റെ ഭാര്യയെ തകർത്തത് ആ ദ്രവ്യാഗ്രഹമാണ്. ഗേഹാസിയെ തകർത്തത്, നയമാൻ്റെ കുഷ്ഠം അവന് പിടിച്ചത് ഈ ദ്രവ്യാഗ്രഹം എന്ന മഹാപാപം നിമിത്തമാണ്. ആഖാനെ കല്ലെറിഞ്ഞ് കൊല്ലാനിടയായത് നമുക്കറിയാം. പുതിയ നിയമത്തിലെ ആദ്യത്തെ ശിക്ഷ നടന്നത് ദ്രവ്യാഗ്രഹത്തോട് ബന്ധപ്പെട്ടാണ്. അനന്യാസും സബീറയും ദൈവകോപത്തിൽ വീണുപോയതും ഒറ്റ ദിവസം തന്നെ അവരുടെ 2 പേരുടെയും ശവങ്ങൾ സംസ്കരിക്കുകയും ചെയ്യേണ്ടി വന്നത് നമ്മൾക്കറിയാവുന്നതാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോടും വിശിഷ്യ ദൈവദാസന്മാരോടും ഞാൻ പറയട്ടെ, സുവിശേഷ വേല ധനം സമ്പാദിക്കാനുള്ള ഒരു ഉപാധിയല്ല. വിശ്വാസികളാണെങ്കിലും ധനസമ്പാദനത്തിന് വേണ്ടി ആത്മീക കാര്യങ്ങളെയും ആത്മീക ജീവിതത്തെയും ബലിയർപ്പിക്കുന്നത്, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളെയും തത്വസംഹിതകളെയും ഉപദേശങ്ങളെയും കാറ്റിൽ പറത്തി പണത്തിന് പിന്നാലെ ഓടുന്നത് വലിയ വില കൊടുക്കേണ്ടി വരുന്ന പാപമാണ് എന്ന് ഞാനിവിടെ അനുസ്മരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആദ്യ ദിവസം തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു സമർപ്പണത്തിലേക്ക്, ദ്രവ്യാഗ്രഹമില്ലാത്ത ഒരു ജീവിതം നയിക്കുവാനുള്ള ഒരു സമർപ്പണത്തിലേക്ക് വരുവാൻ ദൈവാത്മാവ് എന്നെ സഹായിച്ചത്. അങ്ങനെ 1970 ജനുവരി മാസം 18-ാം തീയതി സ്നാനപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഓരോ പടവുകളും നടന്നു കയറാൻ ദൈവം എനിക്ക് കൃപ നൽകി. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസകാലമായിരുന്നു അത്. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഞാനൊരു സുവിശേഷകനായി കഴിഞ്ഞിട്ടല്ല സുവിശേഷം പ്രസംഗിക്കുകയും കർത്താവായ യേശുവിനെ സാക്ഷിക്കുകയും ചെയ്യാൻ ആരംഭിച്ചത്. ഇന്ന് പലരും രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും കർത്താവിൻ്റെ ഈ നിയോഗം എന്താ? സാക്ഷ്യം പറയുക, സുവിശേഷം അറിയിക്കുക എന്ന നിയോഗം അവരേറ്റെടുക്കാറില്ല. ഇത് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളുൾപ്പെടെയുള്ള എൻ്റെ സഹോദരീ സഹോദരന്മാരോട് വളരെ വിനയത്തോടെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, സുവിശേഷകന്മാർ മാത്രം ചെയ്യേണ്ട ഒരു ദൗത്യമായി സാക്ഷ്യത്തെ, യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിനെ
സുവിശേഷം പ്രഘോഷിക്കുന്നതിനെ ഒരിക്കലും കാണാൻ പാടില്ല. ഞാൻ ഫിലിപ്പിയ ലേഖനം പഠിച്ചപ്പോൾ അവിടെ ഒരു പ്രയോഗമുണ്ട്, 4 മുതലുള്ള വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയിലെ വിശ്വാസികളെ ശ്ലാഘിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് അവരെക്കുറിച്ച് പുകഴ്ചയായി പറയുന്ന ഒരു കാര്യമുണ്ട്. 1-ാം നാൾ മുതൽ നിങ്ങൾ സുവിശേഷ ഘോഷണത്തിൽ എന്നോടുകൂടെ പോരാടിയെന്ന്. സുവിശേഷ ഘോഷണം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ദ പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ എന്നാണ്. സുവിശേഷത്തിൻ്റെ പ്രസംഗം 1-ാം നാൾ മുതൽ. 4-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവിൽ ഏക ചിന്തയോടിരിക്കുവാൻ ഞാൻ യുവോദ്യയെയും സുന്തുകയെയും പ്രബോധിപ്പിക്കുന്നു. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ സുവിശേഷ ഘോഷണത്തിൽ എന്നോടുകൂടെ പോരാടിയിരിക്കും. ഞാൻ ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് പറയാം. 1-ാം നാൾ മുതൽ ഫിലിപ്പിയ സഭയിലെ സഹോദരിമാർ ഉൾപ്പെടെ സുവിശേഷ ഘോഷണത്തിൽ പൗലോസിനോടൊപ്പം പോരാടുകയാണ്. ഈ 1-ാം നാൾ ഏതാണ്? രക്ഷിക്കപ്പെട്ട 1-ാമത്തെ ദിവസമാണ്. ഞാൻ വ്യക്തമായി പറയട്ടെ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന് ആ രക്ഷ യഥാർത്ഥമാണെങ്കിൽ കർത്താവിനെ സാക്ഷിക്കാതിരിക്കുവാൻ സാധിക്കയില്ല, കർത്താവിനെക്കുറിച്ച് പറയാതിരിക്കുവാൻ കഴിയുകയില്ല. ഇതെൻ്റെ ജീവിതാനുഭവമാണ്. തിരുവെഴുത്ത് പഠിച്ചപ്പോൾ ഫിലിപ്പിയ സഭയുടെയും രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെയും, നമുക്കറിയാമല്ലോ, ശൗൽ അഥവാ പൗലോസ് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ ഉടനെ തന്നെ എന്താ ചെയ്തത്? അവൻ ആത്മപൂർണനായി യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാരുടെ പള്ളികളിൽ പ്രസംഗിച്ചു, അവരെ പരസ്യമായി ഛേദിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ വിശ്വസിച്ച ഒരു ദൈവവൈതൽ സുവിശേഷകനായി വിളിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ് വിളിക്കനുസരിച്ച് വേർപെടുന്നതിന് ശേഷമല്ല, രക്ഷിക്കപ്പെടുന്നത് മുതൽ തന്നെ കർത്താവിൻ്റെ സാക്ഷ്യം നിർവഹിക്കുന്നവനായിരിക്കും. ഇതാണ് യഥാർത്ഥ രക്ഷ. അല്ലാത്ത രക്ഷയെ നമ്മൾ തീർച്ചയായിട്ടും സംശയിക്കണം. ഞാൻ എൻ്റെ സ്നാനത്തോടും സാക്ഷ്യത്തോടും ബന്ധപ്പെടുത്തി യഥാർത്ഥ രക്ഷയെ ഒന്ന് ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരാൾ സ്നാനപ്പെടും. രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല, വീണ്ടും ജനിക്കാൻ വേണ്ടിയല്ല, പാപമോചനത്തിനു വേണ്ടിയല്ല, സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല ഒരു വ്യക്തി സ്നാനപ്പെടുന്നത്. ആ വ്യക്തി സ്നാനപ്പെടുന്നത് കർത്താവിനോടുള്ള അനുസരണം. എന്താ? യേശുക്രിസ്തു പറഞ്ഞു വിശ്വസിക്കണം, സ്നാനപ്പെടണം. കർത്താവിനോടുള്ള അനുസരണം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. രണ്ടാമത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപനം ചെയ്യുവാൻ, പ്രകടിപ്പിക്കുവാൻ രക്ഷിക്കപ്പെട്ട് എനിക്ക് ആദ്യം ചെയ്യാൻ കഴിയുന്ന കാര്യം സ്നാനപ്പെടുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ രക്ഷിക്കപ്പെട്ടയാൾ, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരാൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടയാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നാമത് അദ്ദേഹം സ്നാനപ്പെട്ടിരിക്കും. രണ്ടാമത്, സ്നാനപ്പെടുക മാത്രമല്ല, യഥാർത്ഥ രക്ഷയ്ക്ക് കർത്താവിനെ സാക്ഷിക്കാതിരിക്കാൻ സാധിക്കയില്ല. അതാണ് രണ്ടാമത്തെ അടയാളം. രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ അടയാളം അതാണ്. ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന സഹോദരന്മാരോടും സഹോദരിമാരോടും എൻ്റെ മക്കളുടെ പ്രായമുള്ള പ്രിയ മക്കളോടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കർത്താവിനെ സാക്ഷിക്കുന്നവരാണോ? നിങ്ങളുടെ കലാലയങ്ങളിൽ, നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന ഏതു മേഖലയായിക്കോട്ടെ, അവിടെ കർത്താവിനെ ലജ്ജ കൂടാതെ സാക്ഷിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി. അതാണ് കർത്താവ് പറഞ്ഞത്, എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് മനുഷ്യരുടെ മുമ്പിൽ ലജ്ജിക്കുന്നവനെക്കുറിച്ച് ഞാനും പിതാവിൻ്റെ മുമ്പിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ ഞാനും അവനെക്കുറിച്ച് അവളെക്കുറിച്ച് ലജ്ജിക്കും എന്ന് കർത്താവ് പറഞ്ഞത്. അങ്ങനെ യേശുക്രിസ്തുവിനെ സാക്ഷിക്കാനുള്ള ഒരു വലിയ ത്വര എൻ്റെ ജീവിതത്തിലുണ്ടാകുകയും വ്യക്തിപരമായും സമൂഹമായും മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് ലജ്ജ കൂടാതെ ഞാൻ പ്രസ്താവിക്കുക. ലജ്ജ എന്നുള്ള വാക്ക് അനാവശ്യമാണ്, അത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അഭിമാനത്തോടുകൂടെ ചെയ്യേണ്ട ഒരു ജോലിയാണ് എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവിനെ സാക്ഷിക്കുക എന്നുള്ളത്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ പുസ്തകങ്ങളോടൊപ്പം ലഘുലേഖകൾ ഞാൻ കൊണ്ടുപോകുമായിരുന്നു. രണ്ടാമത്, ലഘുലേഖകൾ മാത്രമല്ല,
ഞാൻ ന്യൂ ടെസ്റ്റമെൻറ്റും കൊണ്ടുപോകും. പുതിയ നിയമം, ഗിദെയൻസിൻ്റെ പുതിയ നിയമം ചെറുതാണല്ലോ, അത് പുസ്തകത്തിൻ്റെ കൂടെ കൊണ്ടുപോകാൻ സൗകര്യമാണ്. ഇത് ഞാൻ കൊണ്ടുപോകും. എനിക്ക് ലെഷർ ടൈം കിട്ടുമ്പോൾ ഒക്കെ ഈ പുതിയ നിയമം തുറന്ന് ഞാൻ വായിക്കുമായിരുന്നു. ഞാൻ ഒരു വസ്തുത കൂടെ പറയട്ടെ. രക്ഷിക്കപ്പെട്ട ഒരാളിന് ദൈവവചനത്തോട് താല്പര്യമുണ്ടായിരിക്കും. ദൈവവചനം പഠിക്കും, ദൈവവചനം ധ്യാനിക്കും. ഞാൻ ശക്തമായ ഭാഷയിൽ ഓർമ്മിപ്പിക്കട്ടെ, ദൈവവചനം പഠിക്കാത്ത, ദൈവവചനത്തോട് താല്പര്യമില്ലാത്ത രക്ഷ, ശ്രദ്ധിക്കണം, ആ രക്ഷ യഥാർത്ഥ രക്ഷയല്ല, അത് കപടഭക്തിയാണ്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നന്നായിട്ടറിയാം, രക്ഷിക്കപ്പെട്ടവരെന്ന് അഭിമാനിക്കുന്ന നിരവധി ആളുകൾ ബൈബിൾ തുറക്കാറില്ല, വേദപുസ്തകം വായിക്കാറില്ല. ഇവർ രക്ഷിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്, സ്നാനപ്പെട്ടവരാണ്, തിരുവത്താഴത്തിൽ പങ്കുകൊള്ളും. എന്തോ ഒരു അപരാധമാണ് ഈ ചെയ്യുന്നത്. ദൈവവചനത്തോട് താല്പര്യമുണ്ടാകുക. എൻ്റെ പഠനത്തെക്കാളുപരി ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ തുറന്ന്, നോട്ട് ബുക്കുകൾ തുറന്ന് പഠിക്കുകയും എഴുതുകയും ചെയ്യുന്നതിന് മുമ്പ് ബൈബിൾ പഠിച്ചിരിക്കും, ബൈബിളിലെ വാക്യങ്ങൾ പഠിച്ചിരിക്കും, അതിൻ്റെ നോട്ട് തയ്യാറാക്കുമായിരുന്നു. ഇതെൻ്റെ രക്ഷയ്ക്കൂടെ ചേർന്ന് നടന്ന കാര്യങ്ങളാണ്. സുവിശേഷകനായി കഴിഞ്ഞിട്ട് പ്രസംഗിക്കാൻ വേണ്ടി ബൈബിള് തിരയുന്ന ആളുകളുണ്ട്. ആ രക്ഷയെ ഞാൻ വാസ്തവത്തിൽ ഇവിടെ പുച്ഛിച്ച് തള്ളാനായിട്ടാണ് എനിക്ക് താല്പര്യമുള്ളത്. അപ്പോൾ ഈ വചന പഠനത്തിൽ ഞാൻ തൽപരനായിരുന്നു. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം വളശ്ശേരിക്കര ഹൈസ്കൂളിലായിരുന്നു. 2500-ലേറെ വിദ്യാർത്ഥികളും 58-ലധികം അധ്യാപകരും അവിടെ ഉണ്ടായിരുന്നു. ഇന്നും നിങ്ങൾക്ക് അവിടെ അന്വേഷിച്ചാൽ അറിയാം, എൻ്റെ പ്രഥമാധ്യാപകൻ്റെ പേര് തമ്പി സാർ എന്നായിരുന്നു. എന്നെ പഠിപ്പിച്ച പല അധ്യാപകരും ഇപ്പോൾ ജീവനോടെയുണ്ട്. ഞാൻ എളിമയോടെ പറയട്ടെ, ആ അധ്യാപകരെല്ലാം എന്നെ അറിയുന്നത് ഞാൻ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഞാനൊരു സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ള വിധത്തിലുമല്ല. എന്നെ അവർക്കറിയാവുന്നത് ഒരു സുവിശേഷ സ്നേഹിയും സുവിശേഷം പ്രസംഗിക്കുന്നവനുമായിട്ടാണ്. ആ 2500-ലധികം വിദ്യാർത്ഥികളുള്ള ആ വിദ്യാലയത്തിൽ അഭിമാനത്തോടെ എൻ്റെ കയ്യിലെ ഈ കൊച്ചു ഗിദെയൻസിൻ്റെ പുതിയ നിയമം ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ പ്രസംഗിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? ഒരു സുവിശേഷകനായി കഴിഞ്ഞിട്ടല്ല ഞാൻ കർത്താവിനെ പരസ്യമായി സാക്ഷിക്കാനും പ്രസംഗിക്കാനും ആരംഭിച്ചത്. അങ്ങനെ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആത്മീകമായ നിരവധി കാര്യങ്ങൾക്ക്, ഞാൻ ആദ്യം പറഞ്ഞ മുറ്റത്ത് കൺവെൻഷൻ, എൻ്റെ പിതാവ് ആരംഭിച്ച മുറ്റത്ത് കൺവെൻഷൻ, ആ മുറ്റത്ത് കൺവെൻഷനിൽ എൻ്റെ സഹപ്രവർത്തകരായ, എൻ്റെ സഹോദരന്മാരായ അനേക സഹോദരങ്ങൾ, ഇപ്പോഴും അനേകർ കർത്താവിന് വേണ്ടി ഒരുപാട് ശോഭിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പേര് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് ഈ വീഡിയോ ഒക്കെ ഒത്തിരി ദീർഘമായി പോകും, അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വമല്ല അവരുടെ പേര് ഒഴിവാക്കുന്നത്. അവരൊക്കെ എന്നേക്കാൾ അനുഗ്രഹീതരായ പ്രഭാഷകരായി നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് ചെയ്ത, ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കാരണം എന്താണ്? എൻ്റെ ആത്മീകമായ എല്ലാ വളർച്ചയ്ക്കും പിൻബലമായി നിദാനമായി നിന്ന് എന്നെ വളർത്തിയ എൻ്റെ ആത്മീക ഗുരു എൻ്റെ പിതാവാണ്. അദ്ദേഹം ചെയ്ത കാര്യം എന്തെന്നറിയാമോ? എന്നെ മുമ്പിൽ നിർത്തി പ്രസംഗിപ്പിക്കും. ഞങ്ങളെല്ലാം മുമ്പിൽ നിർത്തി പ്രസംഗിപ്പിക്കും, മൈക്കിന് മുമ്പിൽ നിർത്തി പ്രസംഗിപ്പിക്കും. 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന പ്രസംഗം ഞങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എൻ്റെ പിതാവ് എഴുന്നേറ്റ് ഒരു ഉപസംഹാരം പറയും, കൺക്ലൂഷൻ പറഞ്ഞ് അവസാനിപ്പിക്കും. അന്ന് പലരും രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രീതി, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. ഞങ്ങളെ ദൈവവചനം പ്രഘോഷിപ്പിക്കുവാൻ അഭ്യസിപ്പിക്കുക കൂടെയാണ് അന്ന് എൻ്റെ പിതാവ് ചെയ്തുകൊണ്ടിരുന്നത്.